കുറച്ച് ദിവസമായി നമ്മൾ ഗപ്പിന്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ട്. അപ്പൊ നമ്മളെല്ലാവരും ഗപ്പി വളർത്തുന്ന ടാങ്ക് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടാവുക ഇതുപോലെ പുറത്തായിരിക്കും കേട്ടോ. അപ്പൊ നമ്മുടെ ടാങ്കുകളൊക്കെ കണ്ടില്ലേ, ഒക്കെ പുറത്താണ് നമ്മൾ ഗപ്പീന്റെ ടാങ്കുകൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ ചെയ്യുമ്പോഴേ മഴക്കാലത്താണ് ഗപ്പികൾ കൂടുതലും ചത്തുപോകും കേട്ടോ. അപ്പൊ അതിന്റെ പ്രധാന കാരണം വെള്ളത്തിന്റെ ടെമ്പറേച്ചറും pH ഒക്കെ മാറും മഴവെള്ളം തട്ടിക്കഴിഞ്ഞാൽ. അപ്പൊ അങ്ങനെ വരാതിരിക്കാൻ അങ്ങനെ കുറച്ചൊക്കെ ചാവൽ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യലുണ്ട്. അത് 100% സക്സസ് ഒന്നല്ല, എന്നാലും കുറെ കുറവുണ്ട് കേട്ടോ. ചാവലൊക്കെ കുറെ നമുക്ക് കുറഞ്ഞു കിട്ടും. അപ്പൊ ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. നമുക്ക് മീനിന് തീറ്റയൊക്കെ കൊടുക്കണം. അപ്പൊ അങ്ങനെ ഇറങ്ങിയതാട്ടെന്ന്. അപ്പൊ ഇന്ന് മഴ കുറച്ച് കുറവുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഇപ്രാവശ്യം മഴ കുറവാണ്. നമ്മൾ അടഞ്ഞ മഴ 2 ദിവസമൊക്കെ വന്നിട്ടുള്ളൂ. അതിന്റെ ഇടയ്ക്ക് വരെ ഗ്യാപ്പ് ഒക്കെ കിട്ടുന്നതുകൊണ്ട് ഇങ്ങനെ ഗ്യാപ്പ് കിട്ടുന്ന സമയത്ത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ഇപ്പൊ നമ്മുടെ ടാങ്ക് ഒക്കെ കണ്ടില്ലേ, ഇതുപോലെ നമ്മൾ മൂടി വെച്ചിട്ടുണ്ട്. അതൊന്നും വന്ന് ഗപ്പീനെ പെട്ടെന്ന് പിടിക്കാതെക്കാനും, പിന്നെ നമ്മൾ ചെയ്യുന്നതിന്റെ നമ്മുടെ ടാങ്ക് ഒക്കെ സെറ്റ് ചെയ്തതിന്റെ മുകളിലൊക്കെ മാവും കാപ്പിയുടെ ചെടിയൊക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ ഇല വന്ന് വീഴാതൊക്കെ വേണ്ടി നമ്മൾ സെറ്റ് ചെയ്തതാണ് ഇങ്ങനത്തെ ഓരോ മൂടികൾ. അപ്പൊ ആദ്യം ചെയ്യേണ്ടത്, ഇങ്ങനെ മൂടി വെച്ചവരൊക്കെ ആണെങ്കിൽ ആദ്യം നമ്മളിതാ ചെറിയൊരു വെയിൽ വരുന്നുണ്ട്. ഇപ്പൊ വെയിൽ വന്നൊന്ന് മങ്ങിപ്പോയി. അപ്പം ഒന്ന് സൂര്യപ്രകാശം തട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലുള്ള മൂടികളൊക്കെ ഒന്ന് എടുത്ത് മാറ്റി വെക്കുക. അത് എല്ലാ വർഷവും നമുക്ക് ഇതുപോലെ ഇടയ്ക്ക് വെയിലൊന്നും കിട്ടൂല. ഇപ്രാവശ്യം അങ്ങനെ കറക്റ്റ് നല്ലൊരു കാലാവസ്ഥ കിട്ടി കേട്ടോ. ഇടയ്ക്ക് ഒരു വെളിച്ചൊക്കെ വരുന്നതുകൊണ്ട് നമുക്ക് ഇങ്ങനെ മൂടിയൊക്കെ മാറ്റിയിട്ട് സൂര്യപ്രകാശം തട്ടിക്കഴിഞ്ഞാൽ ഒന്ന് ടെമ്പറേച്ചർ ഒക്കെ ഏകദേശം ഒന്ന് ലെവലായി കിട്ടും. നല്ല തണുപ്പുള്ളതൊക്കെ ഒന്ന് മാറി കിട്ടും. മറ്റേ മഴവെള്ളം തട്ടിക്കഴിഞ്ഞാൽ നല്ല തണുപ്പായിരിക്കും വെള്ളത്തിന്. അപ്പൊ നമുക്ക് എല്ലാത്തിലെയും മൂടി ഒന്ന് ഇതുപോലെ മാറ്റി വെക്കാം. ഗപ്പികളൊക്കെ കണ്ടില്ലേ, വെള്ളത്തിന് മോൾ ഭാഗത്താണ് ഉണ്ടാവുക. അപ്പൊ നമ്മൾ മൂടി വെക്കുന്നതുകൊണ്ട് പെട്ടെന്നൊന്നും അതിലൊക്കെ വെള്ളം മഴ പെയ്ത് നിറഞ്ഞാലും പെട്ടെന്ന് മീൻ ചാടിപ്പോവില്ല. അപ്പൊ നമ്മൾ എല്ലാത്തിലും മൂടികളും മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് ഇതാ കാണിച്ചു കൊടുക്കുക, കല്ലുപ്പ്. നമ്മളെ സാധാ കല്ലുപ്പ് ഇട്ടാ. നമ്മൾ ആദ്യമൊക്കെ നമ്മൾ ഇങ്ങനത്തെ കല്ലുപ്പേന് ഉപയോഗിച്ചത്. ഇപ്പൊ നമുക്ക് ശുദ്ധീകരിച്ച കല്ലുപ്പൊക്കെ വരൽ തുടങ്ങി. ഇതിന് നമ്മൾ പറയുന്നത് ലോക്കൽ കല്ലുപ്പ് എന്ന് പറയും. ഇപ്പൊ അധികം പശുവിന് കൊടുക്കാനുള്ള വെള്ളത്തിലൊക്കെ മിക്സ് ചെയ്യാൻ നമ്മൾ ഈ കല്ലുപ്പ് വാങ്ങല്. അപ്പൊ ആ കല്ലുപ്പ് ഇതാ നമ്മൾ എടുത്തിട്ട് ഒരു പിടി എടുക്കുക കേട്ടോ. നമ്മുടെ ടാങ്കിനനുസരിച്ച് നമ്മൾ ഈ ടാങ്കിലൊക്കെ ഒരു പിടി വെച്ചാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 2 ദിവസം കൂടുമ്പോഴൊക്കെ ഇതുപോലെ നമ്മൾ കല്ലുപ്പ് ഇട്ട് കൊടുക്കുക. നമ്മൾ ഈ മഴവെള്ളമൊക്കെ തട്ടിയിട്ട് pH ടെമ്പറേച്ചറൊക്കെ മാറുമ്പോൾ വേഗം രോഗങ്ങൾ വരും. അപ്പം ഗപ്പികൾക്ക് അധികം കാണുക നമ്മുടെ മെയിലിന്റെ ഒക്കെ ആൺഗപ്പികളൊക്കെ വാലിങ്ങനെ കട്ടായി പോകും. പിന്നെ ഫംഗസ് ഒക്കെ വരും. അപ്പൊ അതൊക്കെ ഒന്ന് ഒഴിവാക്കാനാണ് നമ്മൾ ഇതുപോലെ ഉപ്പിട്ട് കൊടുക്കുന്നത്. എല്ലാത്തിലും ഉപ്പിട്ട് കൊടുക്കാം. ഇതൊരു 2-3 ദിവസം കൂടുമ്പോഴൊക്കെ ഇട്ട് കൊടുത്താലും മതി. നമുക്ക് രോഗങ്ങൾ കുറേ ഒരുവിധമൊക്കെ തടയാൻ കഴിയും കേട്ടോ. അപ്പൊ ഇതാ തീറ്റ റെഡിയാക്കി ഇങ്ങനെ നിൽക്കുകയാണ് ഇട്ട് കൊടുക്കാനായിട്ട്. കുറെ നേരം വന്നിട്ട് കുറച്ച് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ നമുക്ക് സാധാരണ ചെയ്യുന്ന പോലെ തീറ്റയൊക്കെ ഇട്ട് കൊടുക്കാം. മീനുകൾ ആക്റ്റീവ് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ മീനുകൾ തീറ്റ കൊടുക്കുന്ന സമയത്ത് ഇതുപോലെ വരാതെ നിൽക്കും. അപ്പം ഇതൊക്കെ നല്ല കണ്ടല്ലോ, എല്ലാം ആക്റ്റീവ് ഉണ്ട്. നമ്മൾ കറക്റ്റ് നോക്കുന്നതുകൊണ്ട് മീനുകൾക്ക് കുഴപ്പമൊന്നുമില്ല. കുറച്ചിട്ട് കൊടുത്താൽ കേട്ടോ. ഇനി ബാക്കി ഇങ്ങനെ എല്ലാ ടാങ്കിലും കുറച്ചിട്ട് കൊടുക്കുക. ഇത് കഴിക്കുന്ന അനുസരിച്ച് പിന്നെ തീറ്റ ഇട്ട് കൊടുത്താൽ മതി. ബിയമോളാണ് മീനുകൾക്കൊക്കെ ഇങ്ങനെ തീറ്റ ഇട്ട് കൊടുക്കുക കേട്ടോ. കണ്ടില്ലേ, അപ്പം കുറച്ചൊക്കെ ആയി വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഗപ്പി കൊടുത്തൊക്കെ കഴിഞ്ഞ് കുറേ ആളുകൾ ഗപ്പികളെ വന്ന് വാങ്ങിച്ചു കൊണ്ടുപോയിട്ട് നമ്മൾ വീഡിയോ ഇട്ടിട്ട് അത് പിന്നെയും ഗപ്പികളൊക്കെ ആയിട്ടുണ്ട്. ഇതൊറ്റ ബ്രീഡാണ് ഈ ടാങ്കിലുള്ളത്. പിന്നെ ഇത് അങ്ങോട്ടൊക്കെ നമ്മൾ മിക്സഡ് ഗപ്പികളാണ് കേട്ടോ. അതെ, നല്ല ആക്റ്റീവ് ഉണ്ട്. മഴക്കാലമായിട്ട് നമ്മളെ ഗപ്പികൾക്ക് അങ്ങനെയൊന്നും ചത്തുപോയിട്ടൊന്നുമില്ല. അത് നമ്മൾ കറക്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ എന്തായാലും പറഞ്ഞു തരാം. ഇതൊക്കെ നല്ല മിക്സഡ് ഗപ്പികളാണ്. ഇതൊക്കെ ബ്രീഡ് ഗപ്പികൾ നമ്മൾ ഒരുമിച്ചിട്ടിട്ട് മിക്സഡ് ആക്കി എടുത്താണ്. നമുക്ക് ഏറ്റവും ഡിമാൻഡ് ഇതുപോലെയുള്ള മിക്സഡ് ഗപ്പികൾക്ക് കേട്ടോ. ഇത് കാണാൻ നല്ല ഭംഗിയാണ്. കുറച്ചുകൂടെ കറക്റ്റ് കാണണമെങ്കിൽ ഇതാ കാണിച്ചു കൊടുക്കുക. ഇതുപോലെ ഇങ്ങനെ പിടിച്ചാൽ കാണാം. ഇതാ ഉണ്ടോ, എല്ലാവരും തീറ്റ കൊടുക്കാനായിട്ട് മുകളിൽ വന്നിട്ടുണ്ട്. അത് അപ്പുറത്തൊക്കെ മിക്സഡ് ഗപ്പികൾ കേട്ടോ. ആ ടാങ്കിലൊക്കെ ഉണ്ട്. ഈ വർഷം നമുക്ക് ഒരു കുഴപ്പമില്ലാത്ത കാലാവസ്ഥ കേട്ടോ. ഇടയ്ക്ക് വെയിലൊക്കെ വരുന്നതുകൊണ്ട് നമുക്ക് ഇതുപോലെ സൂര്യപ്രകാശമൊക്കെ തട്ടിക്കുക. നല്ല അടഞ്ഞ മഴ വരുന്ന വർഷമൊക്കെ എന്തായാലും ഗപ്പികൾ കൂടുതൽ ചത്തുപോകും. അപ്പൊ അതിന് ഞങ്ങൾ ചെയ്യുന്നത്, ഇപ്പൊ ഇങ്ങനെ ചെയ്താൽ മാത്രം നമ്മളെ ഗപ്പികൾ ചിലപ്പം ചത്തുപോകാതെ കിട്ടണമെന്നില്ല. അപ്പൊ അതിന് നമ്മൾ ചെയ്യുന്ന തുടക്കത്തിൽ തന്നെ, മഴ തുടങ്ങുന്ന ഒരു മെയ് മാസമൊക്കെ ആകുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യും, നല്ല മെയിലിനെയും ഫീമെയിലിനെയും കുറച്ച് സെലക്ട് ചെയ്തിട്ട് നമ്മൾ അക്വേറിയത്തിൽ ഇട്ട് വെക്കും. അപ്പൊ ഞങ്ങൾ കുറച്ചൊക്കെ അക്വേറിയത്തിൽ ഇട്ട് വെക്കും. ബാക്കി നമ്മൾ ചെയ്യുന്നത്, നമുക്ക് റെയിൻ ഷെൽട്ടറും പോളിയോസും ഉണ്ട്. അപ്പൊ അതിൽ നമ്മൾ എന്ത് ചെയ്യും, ചെറിയ ടാർപോളിൻ ഷീറ്റ് വെച്ചിട്ട് ചെറിയ ടാങ്ക് സെറ്റ് ചെയ്യും. നമുക്ക് മഴക്കാലത്തിന് വേണ്ടി മാത്രം കേട്ടോ. നമ്മൾ അസോളൊക്കെ ചെയ്യുന്നില്ല റെയിൻ ഷെൽട്ടറിൽ പോകാതെക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ നമ്മൾ ടാങ്ക് സെറ്റ് ചെയ്തിട്ട് കുറച്ച് മീനുകൾ, എല്ലാ മീനുകളും നമുക്ക് പിടിച്ചിടാനുള്ള സ്പേസ് ഉണ്ടാവില്ല. അപ്പം നല്ല മെയിലിനും ഫീമെയിലിനും നോക്കിയിട്ട് നമ്മൾ അവിടെ എടുത്ത് വെക്കും. അപ്പൊ ഇനി നമ്മൾ ഈ ടാങ്കിലുള്ളത് ചത്തു പോയാലും നമ്മൾ എന്ത് ചെയ്യും, ഒരു മഴ പോകുന്നതോടുകൂടെ ഈ ടാങ്കൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വീണ്ടും നമ്മൾ ഇതിൽ ഗപ്പിയിടും. ഗപ്പിയൊക്കെ നമുക്ക് പെട്ടെന്ന് പെരുക്കി ഉണ്ടാക്കാമല്ലോ. ഒരു പെയർ മതി. അപ്പൊ നമ്മളടുത്തൊരു 10-15 പെയറൊക്കെ ഉണ്ടെങ്കിൽ തന്നെ വേഗം നമ്മൾ എല്ലാ ടാങ്കിലും ഇട്ടിട്ട്
നമുക്ക് വേനലാകുമ്പോഴത്തേക്കും ഗപ്പി വീണ്ടും സെറ്റ് ആവും. ഇപ്രാവശ്യം ഞങ്ങളൊരു പരീക്ഷണം കൂടി എന്താ വെച്ചാൽ കാലാവസ്ഥ അധികം അങ്ങനെ മാറാത്തതുകൊണ്ട് കുറച്ച് ഗപ്പിനെ മാത്രം മാറ്റിയിട്ടുള്ളൂ. ബാക്കിയുള്ളൊക്കെ നമ്മൾ ടാങ്കിൽ തന്നെ ഇതുപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുവരെ നമുക്ക് കുഴപ്പമൊന്നും വന്നിട്ടില്ല. പിന്നെ നമുക്ക് പി എച്ച് ലെവൽ ചെയ്യാൻ, പി എച്ച് ഒക്കെ നല്ല പി എച്ചിലൊക്കെ വ്യത്യാസം വന്നാൽ പി എച്ച് ലെവൽ ചെയ്യാൻ നമുക്ക് ബദാമിന്റെ ഇല ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മുടെ അക്വരത്തിലൊക്കെ വെള്ളത്തിൽ ഫൈറ്ററിനൊക്കെ വളർത്തുമ്പോൾ എല്ലാവരും ബദാമിന്റെ ചെറിയ ഇല ഇട്ട് കൊടുക്കും. അതുപോലെ ഗപ്പിയിലൊക്കെ നമ്മൾ അക്വരത്തിലൊക്കെ ഇട്ട് കൊടുക്കുന്ന പോലെ തന്നെ ഇതിലാകുമ്പോൾ കുറച്ച് കൂടുതൽ ബദാമിന്റെ ഇല ഇട്ട് വെക്കേണ്ടത് വെച്ചാൽ വെള്ളം കൂടുതലല്ലേ. ഇപ്രാവശ്യം നമ്മൾ ബദാമിന്റെ ഇല ഇടേണ്ട ലെവലിലോട്ട് എത്തിയിട്ടില്ല. എന്ന് വെച്ചാൽ നല്ല മഴ പെയ്ത സമയത്ത് 1-2 ചത്തു. അപ്പോഴത്തേക്ക് നമ്മളിങ്ങനെ പിന്നെ മഴയ്ക്ക് ഗ്യാപ്പും വന്നു, അതുകൊണ്ടാണ് കേട്ടോ ആ വെളിച്ചം വന്ന്. ഇതുപോലെ വെളിച്ചം കിട്ടിയാൽ തന്നെ ഒരുവിധം ടെമ്പറേച്ചർ മാറാതെ വന്നാൽ തന്നെ നമുക്ക് ഒരു പരിധി വരെയൊക്കെ ഇത് ചാവൽ കുറയ്ക്കാൻ പറ്റും. നല്ല കൂടെ തണുപ്പ് വന്നു കഴിഞ്ഞാൽ മീനും കൊണ്ട് ഒട്ടിപ്പോകും. മെയിൻ രോഗം ഒന്ന് നമ്മൾ വാല് മുറിഞ്ഞു വരും, പിന്നെ മീനിന്റെ ചിറകൊക്കെ ഒട്ടിയിട്ട് മീൻ ഇങ്ങനെ ചലിക്കാൻ പറ്റാത്തൊരു രീതിയിലാവും. ആ രോഗം അതൊക്കെ തണുപ്പ് കൂടുമ്പോഴാണ്. അപ്പൊ അങ്ങനെയൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്താൽ ഒരു പരിധി വരെ നമുക്ക് ഗപ്പിയുടെ ചാവല് കുറയ്ക്കാം. എത്ര ശ്രദ്ധിച്ചാലും ഗപ്പി എന്താ പറയുക, ഗപ്പിക്ക് എപ്പോഴും ആവശ്യക്കാർ വരുന്നതിന് കാരണം എനിക്കറിയാം, നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം. ഞാൻ കൊണ്ടുപോകുന്നവരോട് പിന്നെ പറഞ്ഞു കൊടുക്കലുണ്ട്, മഴക്കാലാകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് മാറ്റിയിട്ട് മഴയൊന്നും കൊള്ളാതെ വീടിന്റെ ഇറഭാഗത്തൊക്കെ നമ്മൾ ചെറിയ ടാങ്കിന്റെ പീസോ അല്ലെങ്കിൽ ഫ്രിഡ്ജിന്റെ കേസിലൊക്കെ ഇതിന്റെ ഇടയ്ക്ക് ഇഷ്ടംപോലെ ആളുകൾ മീൻ വളർത്തിയിട്ട് അങ്ങനത്തെ കേസൊക്കെ കിട്ടിയ മഴ കൊള്ളാത്ത സൈഡിലൊക്കെ വെച്ചാൽ പിടിച്ചു കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, ഓപ്പൺ സ്ഥലത്ത് വെക്കുകയാണെങ്കിൽ ഗപ്പി കാലിയാവുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എത്ര ആളുകൾ ഗപ്പി കൊണ്ടായാലും എല്ലാ വർഷവും ആളുകൾ വാങ്ങിക്കാൻ അങ്ങനെ വരുന്നത് എന്താ, ഇതിങ്ങനെ ഒരു സമയം കഴിഞ്ഞാൽ ഗപ്പി ചത്തുപോകും. നമ്മൾ വിൽക്കാനൊക്കെ വേണ്ടി ഗപ്പി ചെയ്യുന്നവരൊക്കെ ഈ മഴക്കാലാകുമ്പോൾ ഗപ്പിയെ കൊടുത്ത് ഒഴിവാക്കലാട്ടോ. ഇതിന് ഒരു രക്ഷ എന്ന് പറഞ്ഞാൽ അതേ ഉള്ളൂ, ചത്തുപോകുന്നതിന് നല്ലതല്ല, കിട്ടിയ പൈസക്ക് ഇത് വിൽക്കാന്. നമ്മൾ അങ്ങനെ വിൽക്കുന്നില്ല, നമ്മൾ ആവുന്ന മാത്രം നല്ല ഗപ്പികളെ മാത്രമേ പുറത്ത് കൊടുക്കുന്നുള്ളൂ. നമ്മൾ എന്ത് ചെയ്യുക, അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഗപ്പി വളർത്താൻ കഴിയില്ല. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ എന്താ വെച്ചാൽ ഗപ്പിയുടെ ഇത് ചെറിയ മീനായതുകൊണ്ട് ഭയങ്കര സെൻസിറ്റീവാണ്. ചെറിയ വേരിയേഷൻ വെള്ളത്തിൽ എന്തെങ്കിലും ടെമ്പറേച്ചറിലും പി എച്ചിലൊക്കെ വ്യത്യാസം വന്നാൽ തന്നെ പെട്ടെന്ന് ചത്തുപോകും. അപ്പോൾ ചെറിയ കെയറിങ് കൊടുത്താൽ ഇതൊക്കെ റെഡിയാക്കി എടുക്കാനും പറ്റുന്നേ ഉള്ളൂ. അപ്പൊ ഈ ഒരു കാര്യങ്ങൾ നമ്മൾ ഫസ്റ്റ് ചെയ്യുക. പുറത്തെ ടാങ്കിലാണെങ്കിൽ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്, ഇതുപോലെ മൂടിയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ സൂര്യപ്രകാശമൊക്കെ വരുന്ന സമയത്ത്, അതായത് ഇടയ്ക്ക് ഒരു വെളിച്ചമൊക്കെ വരുന്ന സമയത്ത് അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് മാക്സിമം നമ്മൾ വെളിച്ചം തട്ടിക്കുക ടാങ്കിലൊക്കെ. പിന്നെ രണ്ടാമത് ഇടയ്ക്ക് 1 വിട്ട് 2 ദിവസം കൂടുമ്പോൾ ഇതുപോലെ കല്ലുപ്പ് ഇട്ട് കൊടുക്കുക. അപ്പോൾ വന്ന രോഗങ്ങളൊക്കെ മാറിക്കിട്ടാൻ കല്ലുപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ കൂടുതൽ ഡെപ്ത് ഒക്കെ വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, പി എച്ച് നല്ല മാറിക്കഴിഞ്ഞാൽ പി എച്ച് ലെവൽ ചെയ്യാൻ ബദാമിന്റെ ഇല, നമ്മുടെ വാഴയുടെ മൂപ്പായ ഇല ഉണ്ടല്ലോ, വാഴൻ്റെലൊക്കെ ഇങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചാൽ വെള്ളത്തിന്റെ പി എച്ച് ഏകദേശം ലെവലായി കിട്ടും. ഇനി ഇതിനൊന്നും കഴിയാത്തവരെന്ത് ചെയ്യുക, നമ്മൾ മീനിനെ എടുത്തിട്ട് മഴ കൊള്ളാത്ത സ്ഥലത്തേക്ക് മാറ്റാന്നുള്ളൂ. അത് ടാങ്കിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കുക, ചെറിയ ബാരലിലും ടാങ്കിലൊക്കെ ആക്കിയിട്ട് വീടിന്റെ ഇറഭാഗത്തൊക്കെ വെക്കുക, മഴ കൊള്ളാത്ത സ്ഥലത്ത് വെക്കുക. അല്ലെങ്കിൽ ഒരു അക്വേറിയം ഉള്ളവർ അക്വേറിയത്തിലേക്ക് പിടിച്ചിട്ടിട്ട് എന്ത് ചെയ്യുക, കൂടുതലൊന്നും അങ്ങനെ വളർത്താൻ നമുക്ക് കഴിയില്ല. ഈ ടാങ്കിലൊക്കെ നമുക്ക് എത്ര വേണമെങ്കിലും ഗപ്പികളെ വളർത്താം. ഇങ്ങനെ അക്വേറിയത്തിലേക്ക് മാറ്റുമ്പോൾ നമുക്ക് ആവശ്യമുള്ള കുറച്ച് മീനുകളെ മാറ്റുക. നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ കയ്യിൽ നിന്ന് ഗപ്പി പോകാതെക്കാൻ വേണ്ടി മാത്രം. അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോയിൽ ഇങ്ങനത്തെ ചെറിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഗപ്പി വളർത്തൽ നമുക്ക് മുന്നോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും. അധികം ഡെത്തും കാര്യങ്ങളൊക്കെ കുറയ്ക്കാനും പറ്റും. ഇത് ഞങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. ഇനി ഇതിനും വേറെ എന്തെങ്കിലും ഐഡിയാസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും കമന്റ് ചെയ്യുക. നമ്മൾ അറിയാം അങ്ങനെ കാര്യങ്ങൾ നമുക്ക് കൂടെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിനും കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി നോക്കുകയും ചെയ്യാലോ. അപ്പൊ നമ്മളെ വീഡിയോ ഇവിടെ നിർത്താം കേട്ടോ.